ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാ രാജ്യങ്ങളെയും കടക്കെണിയിൽ കുടുക്കുന്നത് പോലെ സഹായിച്ച് മാലിദ്വീപിനെയും ചൈന കടക്കെണിയിൽ കുടുക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. എന്തായിരുന്നു? ചൈന ഞങ്ങളെ ടൂറിസത്തിൽ സഹായിക്കണം, ഇന്ത്യ ഞങ്ങളെ തേച്ചു. ഇന്ത്യക്കെതിരെ എപ്പോഴാണോ മാലി മൊയ്സു പ്രതികരിച്ചത് അന്നു മുതൽ ഇന്ത്യ തിരിച്ച് ഒന്നും ചെയ്യാതെ തന്നെ മൊയ്സുവിന് പണി കിട്ടിക്കൊണ്ടേയിരുന്നു. ചങ്കിലെ ചൈന ചതിക്കുമെന്ന് അന്നേ മൊയ്സുവിന് പല രാജ്യങ്ങളും മുന്നറിയിപ്പ് നൽകിയതാ. പക്ഷേ ചൈനയെ അന്ധമായി വിശ്വസിച്ച് പലതിലേക്കും എടുത്തു ചാടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു രാജ്യത്തെയും ചതിക്കില്ല, ആരെയും വിശ്വസിക്കില്ല. പക്ഷേ സഹായിക്കേണ്ടുന്ന രാജ്യത്തെ സഹായിക്കും. പിന്തുണ കൊടുക്കേണ്ടുന്നത് ഏത് രാജ്യത്തിനാണോ ആ രാജ്യത്തിന് കൃത്യമായ രൂപത്തിൽ പിന്തുണ നൽകാനും ഇന്ത്യ മടിക്കാറില്ല. അതുകൊണ്ടാണ് ഇസ്രായേലിനോടൊപ്പം ഒക്കെ കട്ടയ്ക്ക് നിൽക്കുന്നത്. IMF തന്നെയാണ് ഇക്കാര്യത്തിൽ മാലിദ്വീപിനെ താക്കീത് ചെയ്തത്. അതോടെ വീണ്ടും മോദിയുടെ അടുത്തേക്ക് ഓടിയെത്തിയിരിക്കുകയാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഇത്തവണ മുഹമ്മദ് മൊയ്സു വെറുതെയല്ല വന്നത്, ഒറ്റയ്ക്കല്ല വന്നത്, ഭാര്യ സമേതനായിട്ട് തന്നെയാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. ഭാര്യ സാജിദ മുഹമ്മദ് ആദ്യമായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഒക്ടോബർ 6 തീയതി മുതൽ 10 തീയതി വരെ അദ്ദേഹം ഇന്ത്യയിൽ ചെലവഴിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. ഇതാദ്യമായിട്ടാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് വേണ്ടി മുഹമ്മദ് മൊയ്സു എത്തുന്നത്. നേരത്തെ നരേന്ദ്രമോദി 3ാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിലും മുഹമ്മദ് മൊയ്സു എത്തിയിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് മൊയ്സുവുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ആദ്യമേ തന്നെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇന്ത്യ മാലിദ്വീപ് ബന്ധം വിപുലീകരിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ അഭിനന്ദിക്കുന്നു. S ജയശങ്കർ സമൂഹ മാധ്യമ പേജിൽ കുറിച്ചതാണിത്. മാലിദ്വീപിൽ ഉണ്ടായിരുന്ന ഇന്ത്യയുടെ പട്ടാളക്കാരെ പിൻവലിപ്പിക്കുകയായിരുന്നു പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെ മുഹമ്മദ് മൊയ്സു ഇന്ത്യക്കെതിരെ ചെയ്തത്. മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഇന്ത്യയെയും മോദിയെയും വിമർശിച്ചിരുന്നു. മാൽഷ ഷെരീഫ്, മരിയം ഷിയുന, ഈ 2 വനിതാ മന്ത്രിമാരാണ് ഇന്ത്യയെ വിമർശിച്ചത്. ഇസ്രായേലിന്റെ പാവ എന്നാണ് മോദിയെ വിളിച്ചത് പോലും. മോദിയെ കുറിച്ചിട്ടുള്ള വിമർശനം കേട്ടതോടെ ഇന്ത്യയിലെ ട്രാവൽ കമ്പനികളും പ്രമുഖ വ്യക്തികളും മാലദ്വീപിനെതിരായി ക്യാമ്പയിൻ ആരംഭിച്ചു. ഇന്ത്യക്കാർ മാലിദ്വീപിലേക്ക് യാത്ര ചെയ്യരുത് എന്ന് അഭ്യർത്ഥിച്ചു. ഇതോടെ മാലിദ്വീപിലേക്ക് യാത്ര പോകാനിരുന്ന ആളുകൾ കൂടി ലക്ഷദ്വീപ് തെരഞ്ഞെടുക്കുകയും ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് സാമ്പത്തികമായി തകർന്നു. മാലിദ്വീപിന്റെ സാമ്പത്തിക തകർച്ച ശരിക്കു പറഞ്ഞാൽ സന്തോഷിപ്പിച്ചത് ചൈനയെ തന്നെയാണ്. കാരണം ചൈനയോടാണ് മാലി പറഞ്ഞിരുന്നത്, ഇന്ത്യ ഈ വർഷം ഞങ്ങൾക്കൊന്നും തരില്ല ടൂറ്, അതുകൊണ്ട് ചൈന ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ചൈന കണ്ണു കാണിച്ചു. പിന്നെന്താ, മാലിദ്വീപ് സാമ്പത്തിക ഘടന നിലനിർത്തുന്ന പ്രധാന ഘടകം തന്നെയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനം. ഇപ്പോ ഈ തൊലഞ്ഞ ബന്ധം നേരെയാക്കുന്നതിനുള്ള ശ്രമത്തിലാണ് മുഹമ്മദ് മൊയ്സു. തിരുത്തൽ നടപടികളുടെ ഭാഗമായി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും വിമർശിച്ച മന്ത്രിമാരായ മാൽഷ ഷെരീഫിനെയും മരിയം ഷിയുനെയും രാജിവെപ്പിച്ചു. നരേന്ദ്രമോദിയെ വിമർശിച്ചല്ലോ. മാലിദ്വീപുമായി സഹകരിക്കാനുള്ള പ്രധാന ഉപാധികളിൽ ഒന്ന് അത് തന്നെയായിരുന്നു. കാരണം ഞങ്ങൾ ഇന്ത്യയെ കുറിച്ച് മോശം പറഞ്ഞ അവര് 2 പേരെയും പറഞ്ഞു വിട്ടേക്കാം, രാജിവെപ്പിക്കാം. ഇനിയെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രസിഡന്റ് തന്നെ നേരിട്ട് വന്ന് ഇന്ത്യയെ ഒന്ന് സന്ദർശിക്കാനുള്ള ഒരു അവസരം, ഒന്ന് മാപ്പ് പറയാനൊരു അവസരം, കരഞ്ഞ് കാല് പിടിക്കാനൊരു അവസരം ഒന്ന് തരണം. ആദ്യമേ തന്നെ ചോദിച്ചപ്പോൾ നരേന്ദ്രമോദി സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ പലവട്ടമായപ്പോൾ സമ്മതിച്ചതാണ്. കടത്തിന്റെ ഭാരത്താൽ സമ്മർദ്ദം അനുഭവിക്കുന്ന രാജ്യമാണ് ഇന്ന് മാലിദ്വീപ്. ഇത് നമ്മളാരും പറഞ്ഞതല്ല, IMFന്റെ റിപ്പോർട്ടാണ്, അവർ തന്നെ പറയുന്നതാണ്. ചൈനയിൽ നിന്ന് വലിയ തോതിൽ മാലിദ്വീപ് കടമെടുത്തു. IMF ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഇവർ ചോദിച്ചപ്പോഴൊക്കെ ചൈന കൊടുത്തുകൊണ്ടിരുന്നു. വലിയ രൂപത്തിൽ കടമായപ്പോൾ ചൈന സ്റ്റോപ്പ് ചെയ്തു. ചൈനയുടെ ചതി ഇവർക്കറിയില്ലല്ലോ. ശ്രീലങ്കയുടേതുപോലെ മാലിദ്വീപും ചൈനയുടെ കടക്കണിയിൽപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ആശങ്ക. ഇതോടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊഷ്മളമായ ബന്ധം നിലനിർത്തി സാമ്പത്തിക വരുമാനം കൂട്ടാനുള്ള വഴികൾ മുഹമ്മദ് മൊയ്സു തേടുന്നത്. ചൈന പിന്നിലുണ്ട് എന്ന അഹങ്കാരം മാറ്റിവെച്ച് ഒരു സാധാരണ മൊയ്സുവിനെയാണ് ഡൽഹിയിൽ നരേന്ദ്രമോദി നേരിട്ട് കണ്ടത്.
$300 കോടി മാലിദ്വീപിന്റെ ഇപ്പോഴത്തെ വിദേശ കടം. ഇതിൽ 42% ചൈനയിൽ നിന്ന് വാങ്ങിയ കടമാണ്. സാമ്പത്തിക നയമാറ്റത്തിലൂടെ മാത്രമേ മാലിദ്വീപിന് തിരിച്ചു വരാൻ കഴിയൂ എന്ന് IMF താക്കീത് ചെയ്തു കഴിഞ്ഞു. ആദ്യം ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. ചൈന ഞങ്ങളുടെ ചങ്കായിട്ട് കൂടെ നിൽക്കുമെന്ന് മാലി പൂർണ്ണമായും വിശ്വസിച്ചു. പക്ഷേ ചൈനയെ സംബന്ധിച്ച് അറിയുന്ന എല്ലാ രാജ്യങ്ങളും മൊയ്സുവിനോട് പറഞ്ഞു ചൈന ചതിക്കും. അതങ്ങനെയാണ്. പലപ്പോഴും നമുക്കൊരു അനുഭവം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പഠിക്കൂ. അതുവരെ ആര് പറഞ്ഞാലും നമ്മൾ പഠിക്കില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം ഇൻസിഡൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് മൊയ്സുവിന് ഇസ്രായേലിനോട് കടുത്ത വൈരാഗ്യമുണ്ട്, വിരോധമുണ്ട്. അത് ജൂതന്മാരായതുകൊണ്ടാണ്. ജൂതവിരോധം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സ്വഭാവ ഗുണമല്ലേ, നമ്മുടെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്, നമ്മുടെ മതത്തിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. ആ ഇസ്രായേലിനെ പിന്തുണച്ചു എന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയോടുകൂടി ഇയാൾക്ക് ഭയങ്കരമായ വിരോധം വരാൻ കാരണം. അവരുടെ 2 മന്ത്രിമാർ ഇന്ത്യയെ പരിഹസിക്കാനും കാരണം. ഇസ്രായേലിൻ്റെ പാസ്പോർട്ട് രാജ്യത്തെ നിരോധിച്ചു മാലിദ്വീപ്. അതിനുവേണ്ട നിയമ ഭേദഗതി പോലും വരുത്താൻ അയാൾ തയ്യാറായി. കഴിഞ്ഞ ജൂൺ 2-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് രാഷ്ട്രപതിയുടെ ഓഫീസിലെത്തി ഒരു വാർത്താ സമ്മേളനം നടത്തി. ആഭ്യന്തര സുരക്ഷാ വകുപ്പ് മന്ത്രി അലി ഇഹ്സാൻ പറഞ്ഞു, ഇനി മുതൽ മാലി പാസ്പോർട്ടൊന്നും നമുക്ക് വേണ്ട. മാലി പൗരന്മാർക്കൊക്കെ വിലക്കുകൾ ഏർപ്പെടുത്തി. നമ്മുടെ രാജ്യത്ത് അതൊന്നും വേണ്ട. കാരണം ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ജൂതവിരോധമാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഇസ്രായേലിന് മാലിദ്വീപിൽ പ്രവേശിക്കുന്നത് തടയണം. അതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതിക്ക് മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാബിനറ്റ് സമിതി പോലും, ഉപസമിതി പോലും രൂപീകരിക്കാൻ അയാൾ തയ്യാറായി മൊയ്സു. അതിന് പുറമെയാണ് പലസ്തീൻ്റെ ആവശ്യങ്ങൾ വിലയിരുത്തി രാജ്യത്ത് നിന്ന് പ്രതിനിധിയെ അയച്ചു. പലസ്തീനികൾക്ക് വേണ്ടി ധനസമാഹരണ ക്യാമ്പയിൻ തുടങ്ങി. രാജ്യവ്യാപകമായി റാലി നടത്തി. ആ സമയത്താണ് നല്ല രൂപത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ച് ഇന്ത്യ മുന്നോട്ട് വരുന്നത്. ഇസ്രായേലിനെ പിന്തുണ പ്രഖ്യാപിച്ചു. അതോടെ മാലി വല്ലാതെ പരിഹസിച്ചു ഇന്ത്യയെ. കാരണം ഇസ്രായേലിനെ ഇന്ത്യ പിന്തുണച്ചു എന്നതാണ് മാലിയിലെ മുഹമ്മദ് മൊയ്സുവിനെ ചൊട്ടിപ്പിച്ച സംഗതി. അങ്ങനെ ഇന്ത്യയെ ഒന്ന് കയറി ചൊറിഞ്ഞു നോക്കിയതാണ് 2 മന്ത്രിമാര്. ഇന്ത്യ മാന്തി പൊളിച്ചു. കാരണം ഏതൊരു രാജ്യത്തെയും നിലനിർത്തുന്നത്, അവരെ അഹങ്കാരികളാക്കുന്നത്, മറ്റു രാജ്യത്തിനെതിരെ തിരിയാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ സമ്പദ്ഘടനയാണ്. അതുകൊണ്ട് ആദ്യം മസ്തിഷ്കത്തിലിട്ട് തന്നെയാണ് കൂട്ടിയത്. അവരുടെ സമ്പദ്ഘടനയെ തകർക്കണം, എന്നാലേ അവരുടെ അഹങ്കാരം കെട്ടടങ്ങൂ എന്ന് ഇന്ത്യ മനസ്സിലാക്കി. അങ്ങനെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സിന് തുരങ്കം വെച്ചത്. അടുത്ത ദിവസം തന്നെ ലക്ഷദ്വീപ് സന്ദർശിക്കുന്നു നരേന്ദ്രമോദി. പിന്നീട് ഇന്ത്യയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള കുതിച്ചുചാട്ടമായി ലക്ഷദ്വീപിലേക്ക്. മാലിയെ ആരും തിരിഞ്ഞു നോക്കിയില്ല. ചൈന പറഞ്ഞു ഞങ്ങൾ കൂടെ നിൽക്കാം, കടമെടുത്തോ, കടം കൊടുത്തോണ്ടേയിരുന്നു. ഒടുവിൽ ഒരു പിടി പിടിച്ചു. ചൈനയുടെ ലക്ഷ്യം എന്താണ് എന്നറിയാത്ത മൊയ്സു അവിടെ വീണു. എന്തായിരുന്നാലും അധികം വൈകാതെ തന്നെ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അത് തിരുത്താൻ മൊയ്സു തയ്യാറാകുകയും ചെയ്തതായിരിക്കണം ഒരുപക്ഷെ ഇന്ത്യയുടെ മനസ്സലിയാൻ കാരണം. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തതും, അതല്ലെങ്കിൽ അദ്ദേഹം വരണമെന്ന് പറഞ്ഞപ്പോൾ സ്വീകരിച്ചതും അതിന് സാങ്ഷൻ നൽകിയതും ഒക്കെ. ഇപ്പോഴെങ്കിലും ആർഷഭാരത സംസ്കാരത്തിൻ്റെ രീതി ഇതാണ്. വിശ്വസിക്കില്ല, സഹായിക്കും. മാപ്പ് പറഞ്ഞാൽ അത് സ്വീകരിക്കുകയും ചെയ്യും. തെറ്റു മനുഷ്യ സഹജമാണ് എന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മൊയ്സുവിനോട് ക്ഷമിക്കാൻ ഇന്ത്യ തയ്യാറായത് ഇന്ത്യൻ ഭരണാധികാരികളുടെ വിശാലമായ മനസ്സാണ്. നന്ദി.